ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും ജെ ആൻഡ് ഡി കിവി ഡയറീസിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വിചാരിക്കുന്ന ടീച്ചിങ് ആൻഡ് ലേണിംഗ് കോഴ്സ്, പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, അതുപോലെ തന്നെ മാസ്റ്റർ ഓഫ് ടീച്ചിങ് ആൻഡ് ലേണിംഗ് കോഴ്സ്, ഇവർ തമ്മിലുള്ള ഡിഫറൻസുകളും അതുപോലെ തന്നെ ഈ കോഴ്സ് എടുത്ത് നമുക്ക് ഇങ്ങോട്ട് വരാനായിട്ട് എന്തൊക്കെയാണ് റിക്വയർമെൻറ്റ്സ് വരുന്നത്, ഫീസ് എത്രയാണ് വരുന്നത്, ഇംഗ്ലീഷ് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്, ഈ കോഴ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളുടെ ഒരു ഓവറോൾ ഒരു പിക്ചർ നിങ്ങൾക്ക് തരാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ആദ്യം തന്നെ നമുക്ക് നാട്ടിൽ നിന്ന് ചെയ്യാനുള്ള പ്രോസസ്സിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു കോഴ്സ് നമുക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയിൽ ഓഫർ ലെറ്ററിന് വേണ്ടി അപ്ലൈ ചെയ്യണം. അങ്ങനെ നമ്മൾ നമ്മുടെ ക്വാളിഫിക്കേഷൻസൊക്കെ വെച്ച് ഓഫർ ലെറ്ററിന് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം കിട്ടുക കണ്ടീഷണൽ ഓഫർ ലെറ്റർ ആയിരിക്കും. അതിനകത്ത് അവർ 2 കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. ആദ്യത്തേത് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സിനെ പറ്റിയിട്ടായിരിക്കും. രണ്ടാമത്തേത് ഈ ഒരു കോഴ്സിൻ്റെ ഓഫർ ലെറ്റർ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്കിൽ അസസ്മെൻറ്റ് ക്വാളിഫൈ ചെയ്യണം. അതുപോലെ തന്നെ നമുക്കൊരു ഇൻ്റർവ്യൂവും കൂടി ഉണ്ട്. സ്കിൽ അസസ്മെൻ്റ് എന്ന് പറയുമ്പോൾ ന്യൂമറസി ആൻഡ് ലിറ്ററസി സ്കിൽസ് അവർ അസസ് ചെയ്യും. നമുക്കൊരു ചെറിയ എക്സാം പോലെ ഉണ്ടാകും. അതിനുശേഷം ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും. എല്ലാ യൂണിവേഴ്സിറ്റികളും ഇൻ്റർവ്യൂ നടത്തുന്നുണ്ട്. ഇൻ്റർവ്യൂവിൽ നിന്ന് ആർക്കും എക്സംഷനൊന്നുമില്ല. ഈ കോഴ്സ് ചെയ്യുന്ന എല്ലാവരും ഈ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അതുകൂടാണ്ട് നമുക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുമ്പം IELTS അല്ലെങ്കിൽ PTE ആണ് മെയിനായിട്ട് നമ്മൾ നാട്ടിൽ നിന്നുള്ളവർ ചെയ്തിട്ട് വരുന്നത്. IELTS ആണെങ്കിൽ എല്ലാ മൊഡ്യൂളിനും 7 വേണം. PTE ആണെങ്കിൽ എല്ലാ മൊഡ്യൂളിനും നമുക്ക് 65 ആണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടും. ഇനി അടുത്തത് വരുന്നത് ഫീസാണ്. ഫീസ് എത്രയാണെന്നാണ് കുറേ പേര് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് വന്നപ്പോൾ ഏകദേശം 24-25 ലാക്സിനും ഇടയിലാണ് ഈ കോഴ്സിൻ്റെ ഫീസ് ആയത്. ഓരോ ഇയർ ചെല്ലുന്തോറും എല്ലാ യൂണിവേഴ്സിറ്റികളും ഫീസ് കൂട്ടുന്നുണ്ട്. ഒരു $2,000 വെച്ച്, അല്ലെങ്കിൽ 1,500 to 2,000 ആ റേഞ്ചിൽ ഇതിൻ്റെ ഫീസ് എല്ലാ ഇയറും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇപ്പം ചിലപ്പം 25നും കുറച്ചും കൂടി മേലെയൊക്കെ വന്നിട്ടുണ്ടാവും ഫീസ്. അതാണ് ഫീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ. പിന്നെ ഈ ഫീസ് കൂടാണ്ട് നമുക്ക് ന്യൂസിലൻഡിലോട്ടൊരു 10 ലാക്സിൻ്റെ അടുത്ത് ലിവിങ് എക്സ്പെൻസും കൂടി കാണിക്കേണ്ടി വരും. അപ്പം ഒരു 35, 36, 37 ലാക്സ് ആ ഒരു റേഞ്ചൊക്കെയാണ് നമുക്ക് ഈ ഒരു കോഴ്സ് എടുത്ത് ഇങ്ങോട്ട് വരാനായിട്ട് ആവശ്യം വരുന്നത്. ഇനി അപ്പോൾ ഫീസിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെൻറ്റ്സ് പറഞ്ഞു, പിന്നെ അൺകണ്ടീഷണൽ ഓഫർ ലെറ്റർ കിട്ടാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ ഇതെല്ലാം എടുത്ത് നമുക്കിപ്പോൾ വിസ കിട്ടിയെന്ന് വിചാരിക്കാം. നമ്മൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്തു. ഈ കോഴ്സ് എന്ന് പറയുമ്പം 1 ഇയർ കോഴ്സാണ്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആയാലും മാസ്റ്റേഴ്സ് ആയാലും 1 ഇയർ ആണ് ഇവിടെ ഉള്ളത്. പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ എന്ന് പറയുമ്പം 1 ഇയർ കോഴ്സും നമുക്ക് 1 ഇയർ സ്റ്റേ ബാക്ക് ആയിരിക്കും കിട്ടുന്നത്. മാസ്റ്റേഴ്സ് എടുക്കുകയാണെങ്കിൽ നമുക്ക് 1 ഇയർ കോഴ്സും 3 ഇയേഴ്സ് സ്റ്റേ ബാക്കുമാണ് നമുക്ക് കിട്ടുക. ഇനി മാസ്റ്റേഴ്സ് ആയാലും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ആയാലും നമുക്ക് 2 ടീച്ചിങ് പ്രാക്ടീസ് വരുന്നുണ്ട് 2 സെമസ്റ്ററിലായിട്ട്. അപ്പം ഒരു ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുന്നത് 7 വീക്സിൻ്റെ അടുത്തായിരിക്കും. രണ്ടാമത്തെ ടീച്ചിങ് പ്രാക്ടീസ് 8 വീക്സ് 2 മാസത്തോളം ടീച്ചിങ് പ്രാക്ടീസ് കാണും. അപ്പോൾ ഈ ടീച്ചിങ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവരൊരു സ്കൂളിലേക്ക് വിടും. അങ്ങനെ ആ സ്കൂളിൽ ചെന്നിട്ട് അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ കൂടെ നമ്മൾ വർക്ക് ചെയ്യണം. നമുക്ക് ക്ലാസ്സസ് എടുക്കേണ്ടി വരും. അവിടെയുള്ള ആക്ടിവിറ്റീസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഈ ഒരു കോഴ്സിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുകൂടാണ്ട് ഇവർ മൗറി ലാംഗ്വേജും കൂടിയും കോഴ്സിൻ്റെ ഭാഗമായിട്ട് ചെറിയ രീതിയിൽ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് കോഴ്സിൻ്റെ കാര്യങ്ങളെന്ന് പറയുന്നത്. ഇനിയും നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനപ്പോൾ അതിൻ്റെ ആൻസേഴ്സ് തരാം. താങ്ക്